CPM-നെതിരെയുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് മുക്കി ശശി തരൂർ എന്ന പുതിയൊരു വിവരം വരുന്നുണ്ട്. ശരത്ലാലിന്റെയും കൃപേഷിന്റെയും ചിത്രമുള്ള പോസ്റ്റാണ് തരൂർ പിൻവലിച്ചത്. CPM നരഭോജികൾ കൊലപ്പെടുത്തിയ നമ്മളുടെ കൂടപ്പിറപ്പുകൾ എന്ന KPCCയുടെ പോസ്റ്റായിരുന്നു തരൂർ ഷെയർ ചെയ്തിരുന്നത്. അതാണിപ്പോൾ അദ്ദേഹത്തിന്റെ പേജിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നത്. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി. അമൽ, എന്തുകൊണ്ട് ഈ പോസ്റ്റ് മാറ്റി പിൻവലിച്ചു എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ഓഫീസ് എന്തെങ്കിലും തരത്തിലുള്ള വിശദീകരണം നൽകുന്നുണ്ടോ? പകരമായി മറ്റേതെങ്കിലും പോസ്റ്റ് ഈ വിഷയത്തിൽ ഇട്ടിട്ടുണ്ടോ? രതീഷ, 5 മണിക്കൂറാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ കാലാവധി ഉണ്ടായിരുന്നത്. ഈ KPCCയുടെ പേജിൽ വന്ന ആ പോസ്റ്റ് അതേപോലെ തന്നെ അത് ഡൗൺലോഡ് ചെയ്ത് അത് ശശി തരൂരിൻ്റെ പേജിൽ ഷെയർ ചെയ്യുകയായിരുന്നു. അതിന് തൊട്ട് താഴെ മറ്റൊരു പോസ്റ്റ് കൂടി ഉണ്ട്. പക്ഷേ അത് ഇപ്പോൾ വന്നിട്ട് 5 മണിക്കൂറാകുന്നു. ശരത്ലാലിൻ്റെയും കൃപേഷിൻ്റെയും സ്മരണകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കുന്നു. ജനാധിപത്യ രാഷ്ട്രീയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് അക്രമം ഒരിക്കലും പരിഹാരമല്ല എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ് അതിന് തൊട്ട് താഴെയുള്ളത്. അതിലും ശരത്തിൻ്റെയും കൃപേഷിൻ്റെയും ഒരു ചിത്രം, അതിൽ മറ്റൊന്നും എഴുതിയിട്ടൊന്നുമില്ല, ഒരു സാധാ ചിത്രം പങ്കുവച്ചിട്ടുമുണ്ട്. അത് ഈ പോസ്റ്റ് വന്നതിന് ശേഷമാണ് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന ആ പോസ്റ്റ് ശശി തരൂർ പങ്കുവച്ചത്. അതിൽ എഴുതിയിരുന്നത് CPM നരഭോജികൾ കൊലപ്പെടുത്തിയ നമ്മുടെ കൂടപ്പിറപ്പുകൾ എന്ന് പറഞ്ഞായിരുന്നു അതിലുണ്ടായിരുന്നു. അതിൽ KPCCയുടെ ഔദ്യോഗിക പേജിൻ്റെ ഇതിൻ്റെ അഡ്രസ്സും എഴുതിയിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റാണ് ശശി തരൂർ മുക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ഈ പോസ്റ്ററിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി വായിച്ച ശേഷമാണോ അദ്ദേഹം അത് പങ്കുവച്ചത് എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഇപ്പോൾ ആ നരഭോജി എന്ന് പറയുന്ന പരാമർശമൊക്കെ അല്പം കടുത്ത പരാമർശമാണ്. അപ്പോൾ ആ പരാമർശമുള്ള പോസ്റ്റ് ശശി തരൂർ അതിൽ നിന്നും പിൻവലിക്കുകയാണ്. അപ്പോൾ രൂക്ഷമായി വിമർശിച്ച് CPM-നെ വിമർശിച്ച് തരൂർ രംഗത്തെത്തി എന്നൊക്കെ പറയുമ്പോൾ പോലും ആ പോസ്റ്റിൻ്റെ അടിയിൽ, ഈ നരഭോജി പരാമർശമുള്ള പോസ്റ്റിൻ്റെ അടിയിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ ഒന്നടങ്കമുള്ള ആക്രമണം CPM-നെതിരെ ആയിരുന്നില്ല, തരൂരിനെതിരെ ആയിരുന്നു. തരൂരിന് ഈ വിവരങ്ങളൊക്കെ അറിയാമായിരുന്ന തരൂരാണോ കഴിഞ്ഞ ദിവസം CPM-നെയും സർക്കാരിനെയും ഒക്കെ പുകഴ്ത്തി രംഗത്ത് എത്തിയത് എന്നുള്ള ചോദ്യമായിരുന്നു ആ പോസ്റ്റിൻ്റെ അടിയിൽ കോൺഗ്രസ് പ്രവർത്തകർ പങ്കുവച്ചത്. നിലവിൽ എന്തായാലും ആ പോസ്റ്റ് പിൻവലിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഒരു വിശദീകരണവും ആരുടെയും ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുമില്ല.